ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹെയർ ക്ലിപ്സ് ആണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗ്ലിറ്റർ ഷീറ്റിൻ്റെ കളറ് ഒന്ന് ഗ്രീനും റെഡും ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുതും ഒന്ന് അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഒരേ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്യുക. ഇനി ഗ്ലിറ്റർ ഷീറ്റ് നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. ചുറ്റുന്നതിനൊപ്പം തന്നെ നമ്മൾ ഗമ്മ് തേച്ച് കൊടുക്കണം. അപ്പോൾ ചുറ്റിയെടുത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ മൊട്ട് പോലെ കിട്ടും കേട്ടോ. സെയിം നമ്മൾ റെഡിനും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റെഡ് ഗ്ലിറ്റർ ഷീറ്റിന് നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് സ്ട്രൈറ്റ്നർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ട്രൈറ്റ്നറാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലിറ്റർ ഷീറ്റിന് ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ. നേരത്തെ ചുറ്റിയെടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ റെഡ് ഷീറ്റ് ചുറ്റിയെടുക്കുന്നത്. ഗമ്മ് തേച്ചതിന് ശേഷം നമുക്കിത് മുഴുവനായി ചുറ്റിയെടുക്കാം. അപ്പം നല്ല കളർ കോമ്പിനേഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നേരിട്ട് നമ്മൾ ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരെണ്ണം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഡിസൈൻ ചെയ്തെടുക്കാം. ഈക്വൽ ഡിസ്റ്റൻസിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലിറ്റർ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സൂചി നൂല് ഉപയോഗിച്ച് ഇതൊന്ന് തുന്നിയെടുക്കുക. തുന്നിക്കൊടുത്തതിന് ശേഷം ഗ്ലിറ്റർ ഷീറ്റിനെ ഹീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നൂല് വലിച്ച് കെട്ടി അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക. ഗ്ലിറ്റർ ഷീറ്റിനെ ഫ്ലവറിൻ്റെ രൂപത്തിൽ ചുറ്റിയെടുക്കുക. ഇവിടെ നമ്മൾ ഗമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ സൂചി നൂല് വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് കേട്ടോ. തുന്നിക്കൊടുത്തതിന് ശേഷം അവസാനം കെട്ടിട്ട് കൊടുക്കുക.
ഇനി സ്ലൈഡിൽ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തയിലേക്ക് കടക്കാം. അടുത്തതായി ഗ്രീൻ ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ് നീളം വീതിയും. ഇനി നമ്മൾ ഈ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നോക്കി നന്നായി മടക്കിയിട്ട് ഒന്ന് തുന്നിക്കൊടുക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മളൊരു സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ടിക് ടാക് സ്ലൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷേപ്പിൽ 2 എണ്ണം വെട്ടിയെടുക്കുന്നുണ്ട്. ഈ സ്ലൈഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ഫോം ഫ്ലവറിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഫോം ഫ്ലവർ നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. അലിഗേറ്റർ ക്ലിപ്പിൽ ഒരു കഷ്ണം ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ 2 ഷേപ്പ് ഉള്ളത് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലായി ഒരു ഫോം ഫ്ലവറും കൂടിയും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനത്തെ അലിഗേറ്റർ ക്ലിപ്പും കൂടി നമുക്കിവിടെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 4 എണ്ണമാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. 2 ഗ്ലിറ്റർ ഷീറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഗ്ലിറ്റർ ഷീറ്റ് മുഴുവനായിട്ടും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റിന് 10 രൂപ റേറ്റ് വരുന്നുണ്ട്. അതേപോലെ അലിഗേറ്റർ ക്ലിപ്പിനാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ 5 രൂപയും ടിക് ടാക്കിന് 3-4 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് സ്ലൈഡ് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഒന്നും നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും സെയിൽ ചെയ്യാനായാലും നല്ല ലാഭത്തിനും നമുക്കിത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.